ഹാദിൻ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ജംഗുണ്ട് മെസ്സേജ് അയക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ മീറ്റ് ചെയ്യാമെന്നാണ് അവൻ റിപ്ലൈ കൊടുക്കുന്നത്. നമ്മൾ റെഡി ആവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹാക്കിംഗ് വരും. ഹാക്കിംഗ് ഇത്രയും രാത്രിയായിട്ട് പുറത്തു പോകുന്നതിന് വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് ഹാദിൻ വന്നിട്ട് ഉറങ്ങിയ പോലെ പ്രിറ്റൻഡ് ചെയ്ത് കിടക്കും. ഹാക്കിംഗ് ആകുമ്പോൾ ഇവൾ ഉറങ്ങിയാണെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, കുഴപ്പമില്ല ഞാൻ നാളെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും. എന്നിട്ട് ഹാക്കിംഗ് അറിയാതെ ഹാദിൻ ജംഗുന്റെ കൂടെ സിനിമയ്ക്ക് പോകും. തിരിച്ച് ഇവർ ഇറങ്ങി വരുന്നത് ഹാക്കിങ്ങിനെ കണ്ടോണ്ടാണ്. ഹാക്കിനോട് പറയാതെയാണ് ഞാൻ വന്നതെന്ന് അവള് ജംഗുന്റെ അടുത്ത് പറയുമ്പോൾ കുഴപ്പമില്ല എന്റെ കൂടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവര് ഹാക്കിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. ഉറങ്ങാതെ ഇങ്ങോട്ടേക്ക് എന്നോട് പറയാതെ വന്നു എന്ന് പറഞ്ഞിട്ട് ഹാക്കിങ് ദേഷ്യപ്പെടും. ഞാൻ പോപ്കോൺ ഒന്നും കഴിച്ചില്ല എന്നാണ് ഉടനെ അതിന് മറുപടിയായിട്ട് ഹാദിൻ പറയുന്നത്. നീ എന്താ ഇവിടെയും ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ സിനിമ കാണാനായിട്ട് വന്നതാണോ, ഒറ്റയ്ക്ക് വന്നപ്പോൾ ഹാദിൻ ചോദിക്കും. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഹാക്കിങ് മറുപടി പറയും. പക്ഷെ അന്നേരത്തേക്ക് ആരാണെന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് റിപ്പോർട്ടർ ജോ വന്ന് കണ്ടുപൊത്തും. അതിനുശേഷമാണ് അവൻ കൂടെ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് ശ്രദ്ധിക്കുന്നത്. പിടിക്കപ്പെട്ടു എന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കത്തില്ല എന്ന് മനസ്സിലായി കഴിയുന്നുണ്ടെ ഞാൻ ഹാക്കിങ്ങിനെ ഡേറ്റ് ചെയ്യുകയാണെന്ന് റിപ്പോർട്ടർ ജോ സമ്മതിക്കും. അവിടുന്ന് ഒരു കഴിക്കാനായിട്ട് വരും. രണ്ടുപേരും കൂടി റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ ഹാദിൻ ഹാക്കിങ്ങിന്റെ അടുത്ത് ചോദിക്കും, ഞാൻ ആദ്യമേ നിന്നോട് ചോദിച്ചതല്ലേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോന്ന്, അപ്പൊ നീ എന്തിനാണ് അത് ഇല്ലാന്ന് എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പൊ അത് അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയതെന്നൊക്കെ പറഞ്ഞിട്ട് ഹാക്കിംഗ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്തായാലും ഹാദിന് സന്തോഷമാണ്. ഹാക്കിങ്ങിന്റെ റിപ്പോർട്ടർ ജോയുടെയും ഫോട്ടോസ് ഇങ്ങനെ ഹാദിൻ എടുത്തോണ്ടേ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ജംഗൂൺ ഇങ്ങനെ വിസ്മയത്തോടെ അവളെ നോക്കും. ഹാദിൻ നല്ല സന്തോഷമാണെന്ന് അവന് മനസ്സിലാവും. രണ്ടുപേരും കൂടി ഡേറ്റ് ചെയ്യുന്നത് ഇത്രയും സന്തോഷമുള്ള കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശരിക്കും ഹാപ്പിയാണ്. കാരണം ഹാക്കിങ്ങിന് ഞാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ മാത്രം സന്തോഷമായിട്ടിരിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ എപ്പോഴും ഓർത്ത് സങ്കടപ്പെടാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ഹാദിൻ പറയുന്നത്. ചെങ്ഹോ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വിൻഡോ എല്ലാം തല്ലി പൊട്ടിച്ച് അതിന്റെ ഗ്ലാസ് കൊണ്ട് കൈ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കും. കറക്റ്റ് സമയത്ത് സെക്യൂരിറ്റി ഗാർഡ്സ് കണ്ടതുകൊണ്ട് അവനെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അടുത്ത ദിവസം മെയിൻ റിഹേഴ്സലിന് വേണ്ടിയിട്ട് അവരുടെ ജംഗുന്റെ സ്റ്റുഡിയോയിലേക്ക് വരും. അവന് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയേക്കുവാണ്. ആദ്യമായിട്ട് ജംഗുനെ മീറ്റ് ചെയ്ത് അവന്റെ അതേ റൂമിൽ ഇരുന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഹാദിൻ. അപ്പൊ ഹാക്കിങ് അവിടേക്ക് വരുമ്പോഴത്തേക്കിനും ആദ്യമായിട്ട് ആങ്കർ ലിയെ കണ്ടതിനെ പറ്റിയൊക്കെ അവരിങ്ങനെ സംസാരിക്കും. അങ്ങനെ ഹാദിന്റെ റിഹേഴ്സൽ തുടങ്ങും. അവിടെയുള്ള എല്ലാവരും ഇംപ്രസ്ഡ് ആവും, അവളുടെ ഡ്രാമയുടെ ക്രൂ മുഴുവൻ. ജംഗുണ് വരാൻ പറ്റത്തില്ല എന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൾ വായിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ ജംഗുൺ അവിടെ എത്തി ക്ലാസ്സിലോട്ടുള്ള ഭാഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് ഹാദിൻ ജംഗുണിനെ കാണുന്നത്. ജംഗുണും ഇംപ്രസ്ഡ് ആവും. നന്നായിട്ടുണ്ടായിരുന്നു എന്ന് ഹാദിന്റെ അടുത്ത് പറയും. കേസ് കോടതിയിൽ എത്തുമ്പോൾ പ്രോസിക്യൂഷൻ ടൂളിന്റെ അടുത്ത് പറയും, വിക്ടിമിന് പരാതിയില്ല, ഇയാളുടെ അടുത്ത് ക്ഷമിക്കാനായിട്ട് തീരുമാനിച്ചു, അതുകൊണ്ട് ഇയാൾ ഇതിനു മുമ്പ് ഇങ്ങനെ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. അവൻ പുറത്തിറങ്ങി വരുമ്പോൾ ഹാക്കിങ്ങിനെ കാണും. ഞാൻ ഇതിന് അഗൻസ്റ്റ് ആയിരുന്നു, ഹാദിനാണ് സമ്മതിക്കാഞ്ഞതെന്ന് അവൾ പറയും. അപ്പൊ അവൻ സോറിയും പറയും, താങ്ക് യുവും പറയും. ഇവള് ചോദിക്കുന്നത്, നിനക്ക് പൈസ വേണ്ടേ, അപ്പോ അമ്മയെ ഓർത്തെങ്കിലും ഇനി നന്നായിട്ട് ജീവിക്കണം, നാളെ മുതൽ ജോലിക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കെയുടെ അച്ഛൻ ആകെ അസ്വസ്ഥനാണ്. ഹാദിനും ജംഗൂണും കൂടി മൂവി ഡേറ്റിന് പോയി എന്നുള്ള ന്യൂസ് ഒക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്ക് ദേഷ്യം വരും. ഇയാൾ ഓൾറെഡി ബുക്ക് എഴുതി കഴിഞ്ഞു, അതിൽ ജംഗൂൺ ഇനി മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നാണ് ഇയാൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് അതുപോലൊന്നും അല്ല. ജംഗൂൺ നേരിട്ട് ഇയാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഹാദിനെ ഡേറ്റ് ചെയ്യുകയാണെന്ന്. അതൊക്കെയാണ് ഇയാൾക്ക് ദേഷ്യം. അപ്പൊ അവന്റെ അടുത്ത് പറയാനായിട്ടൊക്കെ ശ്രമിച്ചു, നിനക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്കൊക്കെ ഇയാൾ സംസാരിച്ചു. പക്ഷെ അങ്ങനെയല്ല എന്ന് അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെങ്കിലും ഇയാൾക്ക് തടയണം. മിസ് പാർക്ക് ഹാദിന്റെ അടുത്ത് ചോദിക്കും, ഓക്കെ ആവോ ഇനി ചൂളിനെ കാണുമെന്ന് ചോദിക്കുന്നുണ്ടെ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യും എന്ന് പറയും. അപ്പൊ എന്തായാലും ഹാദിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഇനി ഞാൻ അവനെ വിടത്തില്ല, ഓഫീസിൽ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കത്തുള്ളൂ മിസ് പാർക്ക് പറയും. ആ സമയത്ത് അവരുടെ ഏജൻസിയിൽ നിന്ന് റിസപ്ഷനിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ജംഗൂണിന്റെ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹാദിന്റെ നമ്പർ ചോദിച്ചു, അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കെയുടെ അച്ഛന്റെ നമ്പർ കൊടുക്കും. ഞാൻ ജംഗൂണിന്റെ ഡോക്ടറാണ്, അവനെ പറ്റിയുള്ള എല്ലാ കുഞ്ഞു കാര്യങ്ങൾ വരെ എനിക്ക് അറിയാം. പക്ഷെ നിങ്ങളെ പറ്റിയുള്ള കാര്യം കഴിഞ്ഞിടയ്ക്കാണ് എന്നോട് ജംഗൂൺ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കിനും ഞങ്ങള് കഴിഞ്ഞിടയ്ക്കാണ് സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിലായതെന്നാണ് ഹാദിൻ മറുപടി പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലായിരുന്നോ എന്ന് ഇയാൾ ചോദിക്കും. അങ്ങനെ എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മിണ്ടാതിരിക്കും. പ്രൈവസി എക്സ്പോസ്ഡ് ആവുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും പേടിക്കണ്ട, ഞാൻ ഡോക്ടറാണല്ലോ, എന്നോട് അങ്ങനെ സംസാരിച്ചോളൂ. എനിക്ക് അവൻ വളരെ പ്രിയപ്പെട്ട ആളാണ്, ഒരച്ഛന് മകനോടുള്ള കൺസേൺ ആണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവനെ പറ്റി എല്ലാം അറിയാമായിരിക്കുമല്ലോ, അപ്പൊ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് എങ്ങനെയാണ് മരിച്ചതെന്നും അറിയാമായിരിക്കുമല്ലോ എന്ന് ചോദിക്കും. അപ്പൊ ഇവളുടെ മുഖഭാവം കാണുമ്പോൾ അവർക്ക് അറിയത്തില്ല എന്ന് മനസ്സിലാവും. അത് ജംഗൂണിന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു, സ്റ്റോക്കർ കൊല്ലുവാണ് ചെയ്തത്, അത് അവനെ വല്ലാതെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലത്തിന് ശേഷം
വേറൊരാളെ ഡേറ്റ് ചെയ്യാൻ അവന് പറ്റി എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ഇയാൾ ഇതിന്റെ ഇടയ്ക്ക് സെയ്യൂൺ എന്ന് പേര് പറയുന്നുണ്ട്. ആ പേര് കേൾക്കുമ്പോഴത്തേക്കിനും ഇവക്ക് മനസ്സിലാവും. അപ്പൊ ഇവള് പേര് എടുത്ത് ചോദിക്കും. അയാൾ ഫുൾ നെയിം ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇവളുടെ മുഖത്തൊരു ഞെട്ടലുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും അയാൾ പറയുന്നത് അതവന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു. ആ കുട്ടി എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ആ കുട്ടി ഒരിക്കലും മറക്കാനായിട്ട് പോകുന്നില്ല. അവന്റെ ഓർമ്മയിലും ഹൃദയത്തിലും എല്ലാം എപ്പോഴും ആ പെൺകുട്ടി ഉണ്ടാവും. അത് ഇയാൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഇവള് ആ പേര് കേട്ട് തിരിച്ചറിഞ്ഞ ഒരു ഞെട്ടലിലാണ്. എന്നാലും അവൾ അതിന്റെ ഇടയ്ക്കൂടെ പറയും, സാരമില്ല, ജംഗ്ഹൂൺ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറയും. എന്നിട്ടാണ് ഇവിടുന്ന് പോരുന്നത്. അവിടുന്ന് ഇറങ്ങുമ്പോൾ ആദ്യം മുതലേ ജംഗ്ഹൂൺ ഇവളുടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഓർത്തോണ്ടാണ് ഇറങ്ങുന്നത്. സെയ്യൂൺ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ അറിയാമോ എന്ന് ഇവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഫസ്റ്റ് ലവിനെ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞത് കള്ളമാണ്. അവളെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പിന്നീട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇതുപോലെ ഒരു സ്റ്റോക്കർ കാരണമാണ് മരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ പറ്റി ഇത്രയും സെൻസിറ്റീവ് ആയിരുന്നത് എന്നൊക്കെ അവൻ പറഞ്ഞത് ഇവളിങ്ങനെ ഓർത്തോണ്ട് നടക്കും. ഇവരിൽ രണ്ടും കൂടി സംസാരിച്ചത് മുഴുവൻ കെയുടെ അച്ഛൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ കേട്ടതിന് ശേഷം മെന്റൽ ഹോസ്പിറ്റൽ ഡയറക്ടറിനെ വിളിച്ചിട്ട് സെങ്ഹോയെ മീറ്റ് ചെയ്യണം എന്ന് പറയും. അന്നേരമാണ് അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് ഇയാൾ അറിയുന്നത്. കെയുടെ അച്ഛൻ അന്നേരം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരും. കുഴപ്പമൊന്നുമില്ല, അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്ന് മെന്റൽ ഹോസ്പിറ്റൽ ഡയറക്ടർ അയാളുടെ അടുത്ത് പറയും. പക്ഷേ കെയുടെ അച്ഛൻ അന്നേരം തന്നെ സെങ്ഹോയെ മീറ്റ് ചെയ്യണം. അപ്പൊ അവൻ മെന്റലി അൺസ്റ്റേബിൾ ആണ്, ഇപ്പൊ മീറ്റ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ് എന്നൊക്കെ ഇയാൾ പറഞ്ഞ് തടയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഇയാൾ സമ്മതിക്കത്തില്ല. അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റും, എനിക്കൊരു അരമണിക്കൂർ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കാണാനായിട്ട് പോകുന്നത്. ഇയാളകത്ത് ചെല്ലുമ്പോൾ സെങ്ഹോ മൈൻഡ് ചെയ്യാതെ കിടക്കും. സെയ്യൂണിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇയാൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. എങ്ങനെ സെയ്യൂണിനെ അറിയാമെന്നാണ് ഇവൻ അറിയേണ്ടത്. ഞാൻ ജംഗ്ഹൂണിന്റെ ഡോക്ടർ ആയിരുന്നു എന്നുടനെ ഇയാൾ മറുപടി പറയും. എനിക്ക് ജംഗ്ഹൂണിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഇയാളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ജംഗ്ഹൂൺ ഇപ്പോൾ പുതിയൊരാളെ ഡേറ്റ് ചെയ്യുന്നെന്ന് അറിയാലോ. അവർ മൂന്നുപേരും അപ്പോൾ ഒരുവിധം കണക്റ്റഡ് ആണ്. പക്ഷെ ഇതിനെ ഇയാൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് എനിക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ ഈ ഡോക്ടർ സെങ്ഹോയുടെ അടുത്ത് പറയും. ഉടനെ സെങ്ഹോ തിരിച്ചു ചോദിക്കും, ഇയാള് എന്റെ ഡോക്ടർ അല്ലല്ലോ, ജംഗ്ഹൂണിന്റെ ഡോക്ടർ അല്ലേ, അപ്പൊ ഇതൊക്കെ ജംഗ്ഹൂണിന്റെ അടുത്ത് വേണ്ടേ പോയി ചോദിക്കാൻ, എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്, ജംഗ്ഹൂണിനെ പറ്റിയും ചോദിക്കും. ഉടനെ ഇയാൾ പറയുന്നത് ചില രോഗികൾ അങ്ങനെയാണ്, ബാക്കിയുള്ളവർ അവരെ നോർമൽ ആയിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് കള്ളം പറയും. അവനെ അങ്ങനെ എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളോട് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നതെന്നാണ് ഉടനെ ഇയാൾ മറുപടി പറയുന്നത്. സെങ്ഹോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഈ ഡോക്ടർ ചെന്ന് കയറുന്നത്. അത് അവന് എളുപ്പമാക്കും കാര്യങ്ങൾ. നഴ്സ് പരിശോധിക്കാൻ ചെന്നപ്പോൾ ഒരു കത്രിക എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഡോക്ടറിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഓടി വരും. പക്ഷെ മുന്നോട്ട് ചെല്ലുവാണെങ്കിൽ ഞാൻ ഇയാളെ കൊല്ലും എന്ന് പറയുന്നുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാതാവും. അങ്ങനെ ഡോക്ടറിനെ ബന്ദിയാക്കി വെച്ച കയ്യിലെ ചങ്ങലയൊക്കെ അഴിപ്പിച്ചിട്ട് സെങ്ഹോ അവിടുന്ന് രക്ഷപ്പെടും. ഹാദിന്റെ ഒരു ഫാൻസ് മീറ്റ് നടക്കുകയാണ്. അതിന് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവളുടെ മനസ്സിൽ. മറ്റേ പെൺകുട്ടിയെ അവന് മറക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞത്. അന്നേരം അവൾ ആങ്കർ ലീയെ വിളിക്കും. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ആങ്കർ ലീ ഇപ്പൊ ഹാപ്പി ആണോ എന്ന് ഹാജിൻ ചോദിക്കും. അതേ അവൻ മറുപടി പറഞ്ഞിട്ട് തിരിച്ചും അങ്ങനെ തന്നെ ചോദിക്കുമ്പോൾ അവളും പോസിറ്റീവായിട്ട് തന്നെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. നമുക്ക് ഇവന്റ് കഴിഞ്ഞതിന് ശേഷം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത് ജംഗ്ഹൂൺ. ഓഫീസിലേക്ക് വരുമ്പോൾ റിപ്പോർട്ടർ ജോ ജംഗ്ഹൂണിന്റെ അടുത്ത് പറയും, ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ട്, ഒരാള് ഒരു കൊലപാതകി ജയിലിൽ ചാടി, അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും നമ്മുടെ അടുത്ത് പോലീസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അവൻ എന്തോ ഒരു ഫീലിംഗ് തോന്നും. കിട്ടിയ വാർത്ത നോക്കുന്നുണ്ടെങ്കിൽ സെങ്ഹോ ആണ് രക്ഷപ്പെട്ടതെന്ന് അവന് മനസ്സിലാവും. അതേ സമയത്ത് തന്നെ ഒരു കോള് വരും. സെങ്ഹോ ആണ് അവനെ വിളിക്കുന്നത്. ഹാദിന്റെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തു നിന്നാണ് അവന് കോള് വരുന്നത്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ പോപ്പുലർ ആണല്ലോ ഹാദിൻ, ഞാനും ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുകയാണെന്നൊക്കെയാണ് ഇവൻ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ജംഗ്ഹൂണിന്റെ ദേഷ്യം വരും. എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറിക്കോണമെന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ഇങ്ങനെ തന്നെ സംസാരിക്കത്തുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു, ഞാൻ മാത്രമാണല്ലോ സെയ്യൂണിനെ ഓർത്തോണ്ടിരിക്കുന്നത്, നീ ഇപ്പോ ഹാജിനെ ഡേറ്റ് ചെയ്യുകയാണല്ലോ, നിനക്ക് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട് നോക്കുക. പക്ഷെ അന്നും നിനക്ക് എന്നെ തടയാനായിട്ട് പറ്റിയില്ല, ഇന്നും നിനക്ക് തടയാനായിട്ട് പറ്റത്തില്ല എന്ന് ഇയാൾ പറയും. ജംഗ്ഹൂൺ അന്നേരം തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങും, ഹാജിനെ വിളിക്കാനായിട്ട് ശ്രമിക്കും. ഇവന്റിന്റെ സമയം തീരാറായി, ആൾക്കാരൊക്കെ തിരിച്ചു പോയി തുടങ്ങി. ആള് കുറയുമ്പോഴത്തേക്കിനും സെങ്ഹോ അവളുടെ അടുത്തേക്ക് ചെല്ലും. അവിടെ ഇരുന്ന് ഒരു ബ്രോഷർ എടുത്ത് കൊടുത്തിട്ടാണ് ഇവളുടെ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നത്. പേരെന്താന്ന് ഇവള് ചോദിക്കുമ്പോൾ ഇയാളെ മാസ്ക് മാറ്റിയിട്ട് എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കും. ഇവളുടെ മുഖഭാവം കാണുമ്പോൾ അവൾക്ക് ഓർമ്മയില്ല എന്ന് ഇയാൾക്ക് മനസ്സിലാവും. ഉടനെ ഇയാൾ ചിരിക്കും. ശരിക്കും ഇയാളെല്ലാം മറന്നുപോയോ, ശരിക്കും നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുമ്പോൾ ഇവർക്ക് എന്തോ പന്തികേട് തോന്നും. അന്ന് എനിക്ക് ചെയ്തു തന്ന സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ സെയ്യൂണിന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്നുള്ള രീതിക്ക്
അന്ന് പറഞ്ഞ കൂട്ട് തന്നെ ഇയാൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ഇവക്ക് എന്തൊക്കെയോ കാര്യങ്ങള് കൃത്യമായിട്ടൊന്നും അല്ലെങ്കിലും വേഗമായിട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇവള് ഏതോ ഒരു പെൺകുട്ടിയുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അതിനുശേഷം ഒരാൾ വന്നിട്ട് ഞാൻ സേവുന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നു. അയാളുടെ കയ്യിലുള്ള ഒരു കീ ചെയിൻ. പിന്നീട് പിന്നീടും ഏതാണ്ടൊക്കെ ഇവളോട് പറയുന്നു. ഒരു ഫ്യൂണറൽ ഹോളിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അകത്ത് കയറാൻ പറ്റാതെ ഇവള് നിൽക്കുന്നു. അങ്ങനെയുള്ള പല ഓർമ്മകളാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. ഹന എന്ന പേരും അവൾ ഓർക്കും.